എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ യൂണിറ്റ് ആണ്, ജോയിനിങ് പാർട്സ് അഥവാ ഭാഗങ്ങൾ ചേരുമ്പോൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഫ്രാക്ഷൻ ആണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാമത്തെ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്, ഫ്രാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് നമുക്ക് ഈ യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 5ാമത്തെ യൂണിറ്റിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്ത് നോക്കാം. 5ാമത്തെ യൂണിറ്റിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഫ്രാക്ഷൻ 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്നിൽ കുറവുള്ള ഫ്രാക്ഷൻസ്. അതിനെ പറയുന്ന പേരെന്താണ്? എന്താ പറയാ? പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? പ്രോപ്പർ ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താണ്? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാവും. പിന്നെ രണ്ടാമത്തെ ഫ്രാക്ഷൻ ഒന്നിൽ കൂടുതലുള്ളത് അല്ലേ? അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും, അത് ഇംപ്രോപ്പർ. പിന്നെ ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും, അത് മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ ഇതിൽ പറയുന്നത്, പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചു, ഈക്വൽ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഈക്വൽ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഒരു ഫ്രാക്ഷനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഫ്രാക്ഷൻ, തുല്യ ഭിന്നം നമുക്ക് കിട്ടും. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം അതൊക്കെ പറഞ്ഞിരുന്നു. ന്യൂമറേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഫ്രാക്ഷനില് മുകളിലുള്ള ഭാഗമാണ് എന്ത്? ന്യൂമറേറ്റർ അഥവാ അംശം. താഴെയുള്ള ഭാഗമാണ് ഡിനോമിനേറ്റർ അഥവാ ഛേദം. അപ്പം ആ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് തുല്യഭിന്നം അഥവാ ഈക്വൽ ഫ്രാക്ഷൻ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പഠിച്ചിരുന്നു. എന്താണത്? പിന്നെ ലോവസ്റ്റ് ഫോം, ലഘുരൂപം അല്ലേ? ഒരു വലിയ ഫ്രാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ലഘുവായ രൂപം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോമിലേക്ക് നമുക്ക് അതിനെ മാറ്റാൻ കഴിയും. എങ്ങനെയാണത്? അതിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പോകുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫ്രാക്ഷനെ നമുക്ക് ലോവസ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ കഴിയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ അതിൻ്റെ തുടർച്ചയൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ ആദ്യം പറയുന്നത്, നമ്മൾ ഒരു സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കുക. സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ സർക്കിളിനെ തുല്യ ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും വീണ്ടും വരുന്നത്. അപ്പം നമുക്കറിയാം, സർക്കിൾ വരച്ചിട്ട് അതിനെ എങ്ങനെ 4 ഈക്വൽ പാർട്ടാക്കാം, എങ്ങനെ 6 ഈക്വൽ പാർട്ടാക്കാം, എങ്ങനെ 8 ഈക്വൽ പാർട്ടാക്കാം എന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും കൂടി നിങ്ങളുടെ ഇവിടെ പേജ് നമ്പർ 126, പേജ് നമ്പർ 126 വീണ്ടും അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അത് പിന്നീട് ഇവിടെ വരുന്നത് 1/2, പകുതി എന്നുള്ള ഫ്രാക്ഷനെ എങ്ങനെയൊക്കെ പലതരത്തിൽ നമുക്ക് തുല്യ ഭിന്നങ്ങളായിട്ട് എഴുതാം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം നിങ്ങൾ ഇതുപോലെ ഹെഡിങ് എഴുതിയിട്ട് ജോയിനിങ് പാർട്സ് അഥവാ ഭാഗങ്ങൾ ചേരുമ്പോൾ എഴുതുക. അതിനുശേഷം നമ്മുടെ തുല്യ ഭിന്നങ്ങൾ, ഈക്വൽ ഫ്രാക്ഷൻസ്, റൈറ്റ്? ഈക്വൽ ഫ്രാക്ഷൻസ് അഥവാ തുല്യ ഭിന്നങ്ങൾ എഴുതുക. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ചിത്രം ഒന്നും കൊണ്ട് വരച്ചിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ചിത്രം വരച്ചിട്ട് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 1/2 അഥവാ ഹാഫിന്റെ തുല്യ ഭിന്നങ്ങളാണ് ആദ്യം എഴുതുന്നത്. എങ്ങനെ കിട്ടാം? നമ്മൾ 1/2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, ഗുണിക്കുകയാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് വന്നു? 2/4 വന്നു അല്ലേ? അതുപോലെ തന്നെ 1/2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. രണ്ട് സൈഡിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/6 കിട്ടി. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ 4/8 കിട്ടി. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 5/10 കിട്ടി അല്ലേ? അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 1/2ന്റെ ഈക്വൽ ഫ്രാക്ഷൻസ് ആണ് ഏതൊക്കെ? 1/2 ഈക്വൽ ടു 2/4, 3/6, 4/8, 5/10. ഇതൊക്കെ എന്ത് തന്നെയാണ്? ഹാഫ് തന്നെയാണ്. പക്ഷെ അതിനെ വ്യത്യസ്ത രൂപങ്ങളിൽ ആക്കിയെന്ന് മാത്രം. ഇതെല്ലാം ഹാഫ് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ 1/3 എന്നുള്ള സംഖ്യയെ നമ്മൾ ഫ്രാക്ഷനെ ഈക്വൽ ഫ്രാക്ഷൻ ആക്കുന്നു. 1/3 ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 2/6 കിട്ടി. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/9. 1/3യെ 4 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 4/12. 5 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ 5/15.
അങ്ങനെ 1/3യുടെ ഒരു 5 ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതിയിട്ടുണ്ട്. 1/3യിലെ ഏറ്റവും ലോവസ്റ്റ് ഫോം 1/3 ആണ്. പിന്നെ 2/6, 3/9, 4/12, 5/15. ഇനി മൂന്നാമത് 2/3 എന്നുള്ള നമ്പറിനെയാണ് ഈക്വൽ ഫ്രാക്ഷൻസ് ആക്കിയിരിക്കുന്നത്. ആദ്യം 2 കൊണ്ട് ചെയ്യുന്നു, പിന്നെ 3 കൊണ്ട് ചെയ്യുന്നു, പിന്നെ 4 കൊണ്ട് ചെയ്യുന്നു, 5 കൊണ്ട് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 5 ഈക്വൽ ഫ്രാക്ഷൻ 4 എവിടെയുള്ളൂ. 4/6 ഈക്വൽ ടു 6/9, 8/12, 10/15. ഒന്ന് ഓർമ്മപ്പെടുത്തി എടുക്കാൻ മാത്രമേ കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇനി 3/4 ഇതുപോലെ 2, 3, 4 അതുപോലെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി? 6/8, 9/12, 12/16, 15/20 എന്നുള്ള ഫ്രാക്ഷൻസ് കിട്ടി. നമുക്കറിയുന്ന കാര്യമാണ്. ഇത് ഒന്നുകൂടി എഴുതിയെടുത്തോളൂ. ചിത്രം വരച്ചിട്ടില്ല, വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമുണ്ട്, ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് പേജ് നമ്പർ 130 ഏതാനും ചില ചിത്രങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 2-3 ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷനിലെ ചിത്രങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഫ്രാക്ഷന്റെ ഭാഗം കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കളർ ചെയ്തുകൊണ്ട് ഫ്രാക്ഷന്റെ മറ്റൊരു രൂപത്തിൽ നമ്മൾ എത്തിച്ചേരണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു സർക്കിൾ ആണ് തന്നിരിക്കുന്നത്. ആ സർക്കിളിനെ 18 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? 1/6 പാർട്ട് അതിൽ കളർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 18 പാർട്ടാണ് ഉള്ളത്. നമ്മളോട് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 6ൽ ഒരു ഭാഗമാണ് അല്ലെ, 1/6 പാർട്ടാണ്. അപ്പോൾ 6നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ ഫ്രാക്ഷൻ നമുക്ക് എന്താണ്? 18 പാർട്ടാണ് ഇവിടെ ആകെ ഉള്ളത് അല്ലെ. അപ്പൊ 6 എന്നുള്ളതിനെ നമ്മൾ 18ലേക്ക് മാറ്റി എഴുതണം. 6നെ 18 ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 6 × 3 ചെയ്താൽ പോരെ? അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 18/6 ചെയ്താൽ മതി. അപ്പൊ 3 കിട്ടും. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇതിനെ എന്ത് കിട്ടും? 18 ആയിട്ട് നമുക്ക് ഡിനോമിനേറ്റർ മാറും. അപ്പോൾ നമ്മളിവിടെ ഇൻറ്റു ചെയ്തു. 1/6 എന്നുള്ള ഫ്രാക്ഷനെ 6നെ മാത്രം ഇൻറ്റു ചെയ്താൽ പോരാ, എന്ത് വേണം? 1നെ കൂടി നമ്മൾ അതേസമയം ഇൻറ്റു ചെയ്യണം. 1 × 3, അതുപോലെ തന്നെ 6 × 3 എന്താ കിട്ടിയത്? 3/18 കിട്ടി. അപ്പൊ 3/18 പാർട്ടാണ് നമുക്ക് ഈ ചിത്രത്തില് കളർ ചെയ്യേണ്ടത്. അപ്പൊ അതില് 18 ഭാഗത്തില് 3 ഭാഗം നിങ്ങൾക്ക് കളർ ചെയ്യാം. അനദർ ഫോം ഓഫ് ഫ്രാക്ഷൻ ഏതാണ്? 1/6ന്റെ അനദർ ഫോം ആണ് 3/18. രണ്ടും കിട്ടിയില്ലേ? ഇനി അടുത്തത് ഒരു സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയറിൽ നമുക്ക് 2/3 പാർട്ടാണ് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 9 ഈക്വൽ പാർട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എന്നുള്ളതിനെ നമ്മൾ 9ലേക്ക് മാറ്റണം. മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 9/3 ചെയ്ത് നോക്കുക. അപ്പൊ 3 ആണ് കിട്ടുക. അതായത് 2/3 എന്നുള്ള ഫ്രാക്ഷനെ 2നെ 3നെ എന്ത് വേണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 6/9. അപ്പൊ 2/3 എന്നുള്ളത് എന്തിന് ഈക്വൽ ആണ്? 6/9ന് ഈക്വൽ ആണ്. അതായത് 9 പാർട്ട് ഉണ്ടെങ്കിൽ അതില് 6 പാർട്ടാണ് കളർ ചെയ്യേണ്ടത്. 9 പാർട്ട് വരച്ചു ഉണ്ടല്ലോ അവിടെ. അപ്പൊ അതില് 6 പാർട്ട് കളർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2/3 എന്നുള്ള ഈക്വൽ ഫ്രാക്ഷൻ കിട്ടും. 2/3ക്ക് തുല്യമായിട്ടുള്ള ഫ്രാക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഇനി അടുത്തത് ഇങ്ങനത്തെ ഒരു ചിത്രമാണ്. ഇത് ചിത്രത്തിനെ നമ്മൾ എത്രയാണ്? 12 ഈക്വൽ പാർട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സ്ക്വയേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ഭാഗം. അതിൽ 3/4 ആണ് നമ്മളോട് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ 12 പാർട്ടാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? 4നെ 12ലേക്ക് മാറ്റണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? 12/4 ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ 3 കിട്ടി. അതായത് 3 എന്നുള്ള നമ്പറിനെ 4 എന്നുള്ള നമ്പറിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടുന്നു? 9/12 കിട്ടുന്നു. അതായത് 12 പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ 9 പാർട്ടാണ് കളർ ചെയ്യേണ്ടത്. അപ്പോൾ 3/4ന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ് 9/12 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി രണ്ടാമത്തത് ഒരു അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഫോമാണ് അല്ലെ.
ട്രയാങ്കിളിനെ 16 ഈക്വൽ പാർട്സ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ 1/4 കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 1/4 4 ഭാഗമാണ് കളർ ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ 16 ഭാഗമാണ്. 4നെ 16ലേക്ക് മാറ്റണം അല്ലേ? 4നെ 16ലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? രണ്ട് വശത്തും, അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 4 കൊണ്ട് ഗുണിക്കണം. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 4/16. അപ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? 16 പാർട്ടിൽ നിന്ന് 4 പാർട്ട് കളർ ചെയ്താൽ അത് എന്തിന് ഈക്വൽ ആവും? 1/4ന് ഈക്വൽ ആവും. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കളർ ചെയ്തോളൂ കേട്ടോ. പേജ് നമ്പർ 130 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ കുറച്ച് ഭാഗം റെഡ് കളറും കുറച്ച് ഭാഗം ഗ്രീൻ കളറുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റെഡ് കളർ കൊടുത്തിരിക്കുന്നത് ട്രയാങ്കിളിന്റെ എത്ര ഭാഗമാണ്, എത്ര പാർട്ടാണ് റെഡ് കളർ കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഈ ട്രയാങ്കിൾ ആകെ ടോട്ടൽ എത്ര പാർട്ടാണെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 പാർട്ടാണ് ട്രയാങ്കിൾ തന്നിരിക്കുന്നത്. അതിൽ റെഡ് കൊടുത്തിരിക്കുന്നത് 6 പാർട്ടിലാണ്. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ എങ്ങനെ എഴുതാം? 6/9 ആണ് നമുക്കിത് വരിക അല്ലേ? റെഡ് കളർ കൊടുത്തിരിക്കുന്നത് പാർട്ട് ഓഫ് ട്രയാങ്കിൾ റെഡ് കളർ റെഡ് ആണ് കേട്ടോ. റെഡ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. ത്രികോണത്തിന് നിറം നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം എന്ന് എഴുതണം കേട്ടോ. ത്രികോണത്തിന് ചുവപ്പ് നിറം എന്ന് എഴുതി ചേർക്കണം. റെഡ് കളർ കൊടുത്തിരിക്കുന്നത് 6/9 പാർട്ടിനാണ്. അതിന് പിന്നെ എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത്? ഈ ഫ്രാക്ഷനെ ഡിനോമിനേറ്റർ 3 ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 6/9 ആണ് റെഡ് കളറ്. അതില് ഡിനോമിനേറ്ററിനെ എത്രയാക്കണം? 3 ആക്കി മാറ്റണം. അപ്പൊ നമുക്കിവിടെ ഡിനോമിനേറ്റർ ചെറുതാക്കുകയാണ് വേണ്ടത് അല്ലെ? 9നെ നമുക്ക് 3 ആക്കുകയാണ് വേണ്ടത്. സാധാരണ നമ്മൾ വലുതാക്കാറാണ് പതിവ് അല്ലെ? ഡിനോമിനേറ്റർ വലുതാക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡിനോമിനേറ്ററിനെ ചെറുതാക്കുകയാണ്, ലോവസ്റ്റ് ഫോം ആക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം അല്ലെ? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരേ നമ്പർ കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ 6ലും 9ലും പോകുന്ന നമ്പർ ആണ് 3 അല്ലേ? അപ്പൊ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 കിട്ടി. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 കിട്ടി അല്ലേ? അപ്പൊ 9/3 ചെയ്ത് നോക്കിയാൽ മതി. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്റർ 3 ആണ് ആക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 9/3 ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ നമുക്ക് കിട്ടും. അതാണ് 3. അപ്പൊ 2/3 കിട്ടി. അപ്പോൾ ഈ 2/3 6/9ന് ഈക്വൽ ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആണ് ഇത് 2/3. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കിൾ ഇവിടെ വരച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിവിടെ വരച്ചിട്ടില്ല. ഒരു സർക്കിളിനെ 12 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് അതിന്റെ 1/4 എന്നുള്ള ഭാഗമാണ് കളർ ചെയ്യേണ്ടത് അല്ലെ? അപ്പോൾ 12 ഈക്വൽ പാർട്ട് ആക്കുകയാണെങ്കിൽ അതിന് 1/4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനെ 12ലേക്ക് മാറ്റണം അല്ലേ? അപ്പോൾ ഏത് 12/4 ചെയ്ത് നോക്കിയാൽ മതി. ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ 12/4 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3 കിട്ടി. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഭാഗമാണ് കിട്ടിയത്? 12ല് 12 ഭാഗത്തില് 3 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 1/4 ഈക്വൽ ടു 3/12 ആണ്. അടുത്തത് 3/4 ആണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. 3/4 എന്ന് പറയുമ്പോൾ നമുക്ക് 12ലാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4നെ 12 ആക്കാൻ വേണ്ടി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി? 3നെ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9/12. അതായത് 9/12 എന്നുള്ളത് 3/4ന് ഈക്വൽ ആണ്. അടുത്തത് 1/6 ആണ് ചെയ്യേണ്ടത്. 1/6 പാർട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഡിനോമിനേറ്റർ 12 തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 6നെ 12 ആക്കണം. 6നെ 12 ആക്കാൻ വേണ്ടി 6നെ ഇൻറ്റു 2, അപ്പോൾ മുകളിലും ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പോൾ 12ല് 2 ഭാഗം എടുത്താൽ എന്തായി? 1/6 ആയി. ഇനി അടുത്തത് 5/6 പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
5/6 എന്ന് പറയുമ്പോൾ 6നെ 12 ആക്കാൻ വേണ്ടി വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടി? 12 പാർട്ടിലെ 10 പാർട്ട്, അതായത് 10/12 ഏതിന് ഈക്വൽ ആണ്? 5/6ന് ഈക്വൽ ആണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കിളിനെ നമുക്ക് 8 ഈക്വൽ പാർട്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കിളിനെ 8 ഈക്വൽ പാർട്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 1/3 എടുക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ 2/3 എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ 3യെ നമുക്ക് 8 ആക്കാൻ സാധിക്കുമോ? 3 ആണ് അവിടുത്തെ ഛേദം അഥവാ ഡിനോമിനേറ്റർ. അപ്പൊ 3യെ നമുക്ക് 8 ആക്കാൻ സാധിക്കില്ല. ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 3 8 ആവില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വി കാൻ മേക്ക് 1/3 പിന്നെ 2/3 ഫ്രം 8 ഈക്വൽ പാർട്സ്. അതായത് 8 തുല്യ ഭാഗങ്ങളിൽ നിന്ന് 3-1 ഭാഗവും 3-2 ഭാഗവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് എഴുതി വയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 3/4 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3/4 ആണെങ്കിൽ നമുക്ക് 8 ഈക്വൽ പാർട്ട് ആക്കുമ്പോൾ നമുക്കറിയാം 4നെ നമുക്ക് 8 ആക്കാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? 4നെ മൾട്ടിപ്ലൈ ബൈ 2 അല്ലേ? അപ്പൊ 3/4 എന്നുള്ളതിനെ 3നെ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ എന്ത് കിട്ടി? 6/8 കിട്ടി. അപ്പൊ 6/8 എന്തിന് ഈക്വൽ ആണ്? 3/4ന് ഈക്വൽ ആണ്. അപ്പൊ 131-ലെ 130-ലെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഇത് എഴുതിയെടുത്തോളൂ. പേജ് നമ്പർ 131-ലെ ഒരു എക്സാമ്പിൾ നോക്കാം. അതില് 1 fraction several forms, ഒരു ഭിന്നം പല രൂപം. നമ്മൾ കണ്ടു കഴിഞ്ഞ തന്നെയാണ് ഈക്വൽ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരേ ലെങ്ത് ഉള്ള 3 റിബൺ ആണ് നൽകിയിരിക്കുന്നത്. അതില് ഒന്നാമത്തെ റിബണിനെ നമ്മൾ 4 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നു. രണ്ടാമത്തെ റിബണിനെ 8 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ റിബണിനെ 12 തുല്യ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. 3 റിബണിനും ഒരേ നീളമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 3 റിബണിൽ നിന്നും 3/4, അതായത് മുക്കാൽ ഭാഗം. 3/4 എന്ന് പറഞ്ഞാൽ എന്താ? 3/4 അല്ലെ? 3/4 മുക്കാൽ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ റിബൺ നമുക്ക് നോക്കാം. ഇതിനെ നമ്മൾ 4 ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 3 ഭാഗം എടുത്താൽ എന്തായി? 3/4 ആയി അല്ലെ? രണ്ടാമത്തെ റിബണിന്റെ കേസിൽ അവിടെ 8 തുല്യ ഭാഗങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ 3/4 പാർട്ട് എടുക്കാം? അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ 3/4 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 8 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4നെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്താൽ മതി അല്ലെ? അതായത് 3/4നെ രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? 6/8 ആണ് കിട്ടുന്നത്. അപ്പൊ അത് നമുക്ക് അറിയുന്നത് കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എത്ര ഭാഗം എടുക്കണം? 6 ഈക്വൽ പാർട്ട് എടുക്കണം അല്ലേ? അപ്പൊ ഒരേ ലെവലിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലെങ്ത് ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെയാണ് വരിക. പക്ഷെ ഇവിടെ 3 എടുത്തു, ഇവിടെ 6 എടുക്കണം എന്ന് മാത്രം. അടുത്ത റിബൺ നോക്കുകയാണെങ്കിൽ അത് എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 12 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എത്ര എടുക്കേണ്ടത്? 3/4 ആണ് എടുക്കേണ്ടത് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ്? 3/4ന്റെ സ്ഥാനത്ത് ഇവിടെ 12 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 3/4നെ എന്താക്കണം? 12 ആക്കണം അല്ലെ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9/12 കിട്ടി. അപ്പൊ നമുക്കറിയാം ഈ റിബണിൽ നിന്ന് 9 പാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3/4 ആയി. അപ്പൊ 3 റിബണിൽ നിന്ന് നമ്മൾ 3/4 പാർട്ട് എടുത്തു കഴിഞ്ഞു. ഇത് ചിത്രീകരിച്ച് കാണിച്ചു എന്ന് മാത്രം. ചിത്രം വരെയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇനി നമുക്ക് പേജ് നമ്പർ 133-ലെ കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 3/5 ആണ്. 3/5 തന്നിട്ടുണ്ട്. ഇനി അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ അവിടെ എഴുതിയിരിക്കുന്നു. ഡിനോമിനേറ്റർ ഛേദം 30 ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂമറേറ്റർ അഥവാ അംശം എന്താവണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെ? അപ്പൊ അത് കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 30 ആയത് ഇവിടെ 5 ആണ് അല്ലെ? അപ്പൊ ഈ 30നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 6 ടൈംസ് ആണ് കിട്ടുക. നമ്മൾ ഏതുകൊണ്ടാണ് ഇൻഡു ചെയ്യേണ്ടത്? 6 കൊണ്ടാണ് മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 3യെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18 കിട്ടി.
അപ്പോൾ ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന്റെ സ്ഥാനത്ത് 18 എഴുതുന്നു. ഇനി രണ്ടാമത്തെ ഫ്രാക്ഷൻ 5/6 ആണ്. അതിൽ ഇവിടെ 24 കൊടുത്തിട്ടുണ്ട്. ഇവിടെ 20 കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. ഇവിടെ 20 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 5 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഏത് നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത് എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 20/5 ചെയ്താൽ മതി. എത്ര കിട്ടുക? 20/5 4 ആണ് കിട്ടുക. അപ്പൊ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 20/24. രണ്ടും ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചു അല്ലേ? 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെയും 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 20 ഇവിടെ വരും, ഇവിടെ 24 വരും. അപ്പൊ ശരിയായി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ ഏത് ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്? ഈ ഡിനോമിനേറ്റർ ആണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ 3 ആണ് നമുക്ക് ഡിവൈഡ്, അതായത് ഇവിടെ 45/75 നമുക്ക് ഇവിടുത്തെ പുതിയ ഫ്രാക്ഷൻ ആകുമ്പോൾ ചെറുതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചെയ്യണ്ടാവുക? ഡിവിഷൻ, ഹരണമാണ് ചെയ്തിട്ടുണ്ടാവുക. അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ 45 ഉണ്ട്, ഇവിടെ നമുക്ക് 3 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 45 എന്നുള്ളതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടും? 15 കിട്ടും. അതായത് നമ്മൾ 15 കൊണ്ടാണ് ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നത്. അപ്പൊ 45നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 3 വന്നത്. അങ്ങനെയാണെങ്കിൽ 75നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 15 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് 5 കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കാം. 42 ഡിവൈഡഡ് ബൈ 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് 8 ആണ് ഇവിടെ ഡിനോമിനേറ്റർ തന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറേറ്റർ അംശമാണ് എഴുതേണ്ടത്. അത് കിട്ടാനായിട്ട് നമ്മൾ 48നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 48/8 ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് കിട്ടുന്നത്. നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 42നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 വന്നു. 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 8 വന്നത്. നമ്മുടെ കറക്റ്റ് ആയില്ലേ? ഈക്വൽ ഫ്രാക്ഷൻ കിട്ടി. ഒന്നിലോ നമുക്ക് ഫ്രാക്ഷനെ വലുതാക്കാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ ചെറുതാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുത്തോളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.